ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്യട്ടെ, ഇല്ലാത്തവർ പോകാൻ പറയുക. എനിക്ക് എൻ്റേതായിട്ടുള്ള വഴിയുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള റൂട്ടുണ്ട്. അത് ഗെയിമല്ല, എൻ്റെ ക്യാരക്ടർ അതാണ്. അത് അക്സെപ്റ്റ് ചെയ്തുന്നവർ എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ലാത്തൊരു ഓക്കെ വിട്ടുകൾ. അവൻ ഡബിൾ മൈൻഡാണ്, അവിടെ കളിക്കുന്നു ഇവിടെ കളിക്കുന്നു. ഇതൊന്നും കളിയല്ല. ഇതെൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ 2 ദിവസം നിങ്ങൾ എന്നെ കണ്ടതാണ് കിടന്ന് അനാവശ്യ കാര്യത്തിനും ആവശ്യമുള്ള കാര്യത്തിനും. അതല്ല ഗെയിം എന്ന് ഞാൻ വെച്ചത്. അതാണ് എൻ്റെ ഗെയിമായിട്ട് ഞാൻ വന്നത്. അതെൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു, ആ ഗെയിമിൽ പിടിച്ച് പോകാന്നുള്ളത്. എനിക്ക് മനസ്സിലായി അതല്ല ഇവിടെ വേണ്ടത്. ഇവിടെയും ഒരുപാട് പേർക്ക് വീട്ടുകാരുള്ളതാണ്, കുടുംബമുള്ളതാണെന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് എന്ന് വന്നു, അന്ന് പോലും ഞാൻ ആ ഇതെടുത്ത് മാറ്റി. ചുമ്മാ കിടന്ന് ചൂടായി അനുമോളുടെ അടുത്തായിക്കോട്ടെ, നിൻ്റെ അടുത്തായിക്കോട്ടെ, അവൻ്റെ അടുത്തായിക്കോട്ടെ, ആ വ്യക്തിത്വം അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്ക് കിട്ടുന്ന ലൈഫും അല്ല. എന്നെ ഇനി ആര് വേണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി എത്ര പ്രശ്നക്കാരനാണെങ്കിലും എന്ത് ഇഷ്യൂ വന്നാലും ഞാനൊരു ഇനി പുറത്ത് ഇതുവരെയുള്ള എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിലും, എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പെണ്ണുമ്പിള്ള എന്നെ കളഞ്ഞിട്ട് പോകില്ല. ചിലപ്പോൾ എൻ്റെ അമ്മ കളഞ്ഞിട്ട് പോകും, ചിലപ്പോൾ എൻ്റെ ഫാമിലി കളഞ്ഞിട്ട് പോകും. ഒരു വ്യക്തികളും എന്നെ കാണണമെന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, 100% എനിക്ക് ഉറപ്പുണ്ട്, ഇനി എന്ത് പ്രശ്നക്കാരനാണെങ്കിലും എന്ത് ഇഷ്യൂ വന്നാലും എൻ്റെ വൈഫ് എന്നെ കളഞ്ഞിട്ട് പോകില്ല. എനിക്ക് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ കൂടെ എനിക്കിനി ആരും ഇല്ലെങ്കിലും ഉറപ്പാണ് എനിക്ക് കൂടെ അവളുണ്ടാവും. ആ ഒരൊറ്റ വിശ്വാസം മതി. എന്റെ ലൈഫ് ലോങ് അവളുണ്ടെങ്കിൽ പിന്നെ വേറെ എന്താണല്ലേ? ഇവിടെ വേറെ ഒരുത്തനും വേണ്ട. ആ വിശ്വാസത്തിൽ നിന്നാ മതി. നിനക്ക് നിന്റെ ഫാമിലി പിന്നെ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് എന്റെ അമ്മ അച്ഛൻ മാത്രമേ കാണുള്ളൂ. ഇവിടെ ഈ 100 ദിവസം ഇവിടെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണപ്പിക്കും, അങ്ങോട്ട് അടി ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. ഇതൊന്നും അല്ല താപ്പറ ഗെയിം. അത് കളിക്കട്ടെ. നമ്മളെ നിന്റെ ക്യാരക്ടർ എന്താണെന്ന് നിനക്കറിയാം, മറ്റാരെക്കാളും. ഇവക്കോ എനിക്കോ മറ്റുള്ളവർക്കോ അറിയാവുന്ന ആ ക്യാരക്ടറെ വിശ്വസിച്ചിരിക്കുക. എൻ്റെ അടുത്ത് ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്. നിന്റെ ഇതാണ്, നീ കരയുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ നീ സ്ട്രോങ് ആവും. നീ ഇവിടെ നിൽക്കുന്ന ദിവസങ്ങൾ നിനക്ക് ഗെയിം പ്ലാനും കാര്യങ്ങളും ശരിയാവും. എന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ